ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിലെ പൊതു ടാപ്പ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ സ്ഥാപിച്ച കേരള വാട്ടർ അതോറിറ്റിയുടെ പൊതു ടാപ്പ് പൊട്ടി വെള്ളം പോകുന്നത് ഒഴിവാക്കുവാനായി ജീവനക്കാർ വന്ന് ടാപ്പ് മാറ്റുന്നതിന് പകരം എന്നേക്കുമായി ടാപ്പ് അടച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഒരാഴ്ച മുമ്പാണ് ജംഗ്ഷനിലെ പൈപ്പ് വാഹനം പിടിച്ച് തകർന്നത്. വെള്ളം പാഴായി പോകുന്നതായി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ടാപ്പ് ശരിയാക്കുന്നതിന് പകരം പൂർണ്ണമായും അടയ്ക്കുകയായിരുന്നു. ഇതാണ് ഗ്രാമത്തിന് വേദനയായത്. ഗുരുവായൂർ പാവറട്ട് ശുദ്ധജല വിതരണ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് കൂറ്റനാട് പള്ളി ഖദീജ മനസ്സിൽ ചാലിശ്ശേരി മെയിൻ റോഡ് എന്നിവിടങ്ങളിലായി 3 ടാപ്പുകൾ അനുവദിച്ചത് അകാലങ്ങളിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയാണ് അനുവദിച്ചത് എന്നതും ചരിത്രമായിരുന്നു. വെള്ളിയാങ്കല്ല് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന സമയത്ത് ചാലിശ്ശേരി പ്രദേശവാസികൾ കിലോമീറ്ററുകളോളം വന്ന് വെള്ളം കൊണ്ടുപോയിരുന്നത് ഈ പൊതു ടാപ്പിൽ നിന്നാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലം മെമ്പർ VS ശിവദാസ് വാട്ടർ അതോറിറ്റി ഓഫീസുമായി ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും AE നിർദ്ദേശപ്രകാരമാണ് ടാപ്പ് അടച്ചത് എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. AEയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ടാപ്പ് അടയ്ക്കാനാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശമെന്നാണ് പറഞ്ഞത്. ഉടനെ ഗുരുവായൂർ തൃശൂർ ഓഫീസിലേക്കും വിളിച്ചപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് വലിയ ധാരണയില്ല, അന്വേഷിച്ചിട്ട് വിവരം പറയാമെന്ന മറുപടിയും കിട്ടി. 24 മണിക്കൂറും സുലഭമായി വെള്ളം ലഭിക്കുന്ന പൊതു ടാപ്പിൽ നിന്നാണ് പ്രദേശത്തെ ചുമട്ടുതൊഴിലാളികൾ, വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകൾ, വഴിയാത്രക്കാർ എന്നിവർ ആശ്രയിക്കുന്നത്. സംഭവം അറിഞ്ഞ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്ഥലം സന്ദർശിച്ചു. പൊതു ടാപ്പ് സ്ഥാപിക്കണമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. കഴിഞ്ഞ ദിവസം മെമ്പർ VS ശിവദാസ് കൂറ്റനാട് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം പരാതിയും നൽകി.